പഴയ ഗവർണറേക്കാൾ മോശം പുതിയ ഗവർണർ. ഒരു സംവിധായകനാണ് ഏടത്തിടയ്ക്ക് അത്തരത്തിലൊരു വാചകം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു നടനെ പറ്റിയിട്ട് പറഞ്ഞത് പഴയ ഗവർണറേക്കാൾ മോശം പുതിയ ആളെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന പഴയ ഗവർണർ ഒന്നും അല്ലെങ്കിൽ 7-8 പാർട്ടി മാറിയിട്ട് BJP-യിലെത്തിയ ആളാണ്. അർലേക്കറിന്റെ പ്രത്യേകത എന്താ? അർലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് സംഘപരിവാറിന്റെ നേതാവല്ലേ? അർലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് BJP നേതാവല്ലേ? BJP-ക്ക് യാതൊരുവിധമായ ബേസും ഇല്ലാതിരിക്കുന്ന കാലത്ത് ഗോവയിലെ BJP പ്രവർത്തകനായി തുടങ്ങി RSSകാരനായി തുടങ്ങി അവിടുത്തെ മുഖ്യമന്ത്രിയെ വരെ പരിഗണിക്കപ്പെട്ടിരുന്നല്ലോ. പരീക്കർ മാറിയ മുറയിൽ അർലേക്കർ മുഖ്യമന്ത്രിയാകുമെന്ന് കേട്ട് വാർത്തകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ആ ഗണത്തിലുള്ള ഒരു RSSകാരൻ കേരളത്തിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് രാവിലെ പുട്ടും കടലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് എന്തൊരു വെമ്പലായിരുന്നു. പുട്ട് തള്ളിയിട്ടാൻ കൊടുക്കുകയല്ലായിരുന്നു. അർലേക്കർ മാത്രം കഴിച്ചാൽ പോരാ, അടുത്തുള്ള മറ്റ് 4-5 ഗവർണർമാരോട് ഒരുമിച്ച് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പുട്ടും പഴവും കൂട്ടിയടിക്കാം എന്ന് പറഞ്ഞിരുന്ന ആളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അന്നേരം ഓർത്തില്ലേ പഴയതിനേക്കാൾ മോശമാണ് പുതിയ ഗവർണറെന്ന്? ശ്രീ സ്വരാജ് ഒരിക്കൽ ചോദിച്ചതുപോലെ ഇവരിൽ നിന്നൊക്കെ മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിഷ്കളങ്കരാണോ നമ്മളൊക്കെ? അർലേക്കർ വേറെ എന്തോ ചെയ്യുമെന്നാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിച്ചത്? അന്നേരം വല്ലാത്ത വെപ്രാളം ഉണ്ടായിരുന്നു. ആ വെപ്രാളം എന്താണെന്നൊക്കെ നമുക്കറിയാലോ. ആ വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നിർമ്മല സീതാരാമനെ പോയി കാണുന്നത്, അർലേക്കറുമായി പോയി കാണുന്നത്. അർലേക്കർ മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 4-5 സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ട എന്താ ആവശ്യമുള്ളത്?